വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനങ്ങാപ്പാറ നയത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരജാഥയ്ക്ക് മുണ്ടക്കയത്ത് ആവേശോജ്വലമായ സ്വീകരണം. കോട്ടയം ജില്ലയിലെ ഏക സ്വീകരണ സ്ഥലമായ മുണ്ടക്കയത്ത് വലിയ ജനപങ്കാളിത്തമാണ് ജാഥയ്ക്ക് ലഭിച്ചത്. മുണ്ടക്കയം കല്ലേപ്പാലത്തു നിന്നും ജാഥയെ സ്വീകരിച്ച മുണ്ടക്കയം ബസ് സ്റ്റാൻഡിലേക്ക് ആനയിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിന് മുൻ എം പി ജോയി അബ്രഹാം അധ്യക്ഷത വഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കാട്ടിൽ നിന്നിറങ്ങുന്ന മൃഗങ്ങളും നാട്ടിൽ ഭരണത്തിലിരിക്കുന്ന അധികാരികളും ഈ രണ്ട് കൂട്ടരെയും പേടിച്ചിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരു അന്തരീക്ഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് കൊലകൊല്ലി ആനയായാലും പടയപ്പയായാലും ഇങ്ങനെ ഒരു പറ്റം നിൽക്കുകയാണ്. കരണിക്ക് കൂട്ട് കടുവ എന്നുള്ള നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. നാട്ടിലെ കൃഷിവർഗങ്ങളെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട കർഷകൻ എവിടെ പോകാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് പരിഹാരമുണ്ടാക്കുവാൻ ഈ ഗവൺമെന്റിന് കഴിയേണ്ടതല്ലേ? നേരത്തെ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ ഷാ നമ്മളുടെ വന്യജീവി നിയമത്തിനകത്തെ ഒരു ഭാഗം ഉദ്ധരിച്ചു പറഞ്ഞു. അതിനകത്ത് തന്നെ കൃത്യമായി പറയുന്നുണ്ട്, വന്യജീവി അക്രമത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെന്റിന് എടുക്കാൻ കഴിയും. സംസ്ഥാനത്ത് വൈൽഡ് ലൈഫ് ബോർഡുണ്ട്. ആരാ ബോർഡിന്റെ ചെയർമാൻ? മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിന്റെ കൺവീനർ വനം വകുപ്പ് മന്ത്രിയാണ്. ഇവർ രണ്ടും ഹോസ്റ്റൈലായതാണ് ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം. UDF കൺവീനർ MM ഹസൻ, MP മാരായ ആന്റോ ആന്റണി, ഫ്രാൻസിസ് ജോർജ്, MLA മാരായ മോൻസ് ജോസഫ്, മാണി സി കാപ്പൻ, ചാണ്ടി ഉമ്മൻ, UDF പ്രതിനിധികളായ KC ജോസഫ്, ജോസഫ് വാഴക്കൻ, PS സലീം, ജോസി സെബാസ്റ്റ്യൻ, EJ ആഗസ്തി, ഫിൽസൺ മാത്യൂസ്, നാട്ടകം സുരേഷ്, അസീസ് ബെഡാൽ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മറുപടി പ്രസംഗവും നടത്തി. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവരെ അനുസ്മരിച്ചുകൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.